ഹായ് ഹലോ, ഞാൻ സീനേണി. അപ്പോൾ നമ്മുടെ വ്ളോഗിന് സെക്കൻഡ് പാർട്ടാണ് കേട്ടോ ഇത്. വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഇന്നിപ്പം നമ്മൾ നിൽക്കുന്നത് പലവൻപടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുഴയുടെ അരികത്താണ്. ഇത് വന്നിട്ട് ഇടമലയാറിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ളൊരു ഇതാണ്, പുഴയാണ്. പക്ഷേ ഈ സ്പോട്ടിനെ പറയണത് പലവൻപടി എന്നാണ്. ഒരുപാട് കേട്ടിട്ട് നമ്മൾ കാണുമ്പോഴത്തേക്കുള്ള ഭംഗിയിലല്ല ശരിക്കും അതിൻ്റെ കയ്യിലിരിപ്പ് മോശമാണെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയണത്. ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, വെള്ളത്തിലിറങ്ങാൻ പാകത്തിന് ചാടത്തുള്ളിൽ ഭയങ്കര സന്തോഷത്തിലാണ് പോണത്. പക്ഷേ ആ സന്തോഷത്തിനുള്ളത് അത് കാണാനുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ഭംഗിയാണ് ആ ഒരു ഏരിയ കാണാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കൂടി നമുക്ക് ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യും. എന്താ പറയുക, പാറക്കെട്ടുകളുണ്ട്, വെള്ളം നല്ലപോലെ ഉണ്ട്. അതും വേനലിൻ്റെ സമയമായിട്ട് പോലും ഇത്രയും വെള്ളമുണ്ട്, അത് നല്ല രീതിയിലുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഇറങ്ങാനൊക്കെ പറ്റും എന്നുള്ള രീതിയിലാണ് വന്നത്. പിന്നെയാണ് ഈ മരത്തിൽ നിന്നാണ് കേട്ടോ സ്റ്റാർട്ടിങ്. ഇത് വന്നിട്ട് മിന്നലടിച്ച് കത്തിപ്പോയതാണ് ഇത്രയും വലിയൊരു മരം. പിന്നെ ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾ കേൾക്കാൻ പോണത് കുറച്ച് ദുരന്തങ്ങളൊക്കെ ആയിരിക്കും. ഈ ഒരു സ്പോട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ മുങ്ങിമരണങ്ങൾ നടന്നിട്ടുള്ളതാണ്. കാരണം അടിയൊഴുക്ക് നന്നായിട്ടുള്ളൊരു ഏരിയയാണെന്നാണ് അവിടെ ഉള്ളവർ പറഞ്ഞേക്കണത്. അടിയൊഴുക്ക് നന്നായിട്ടുള്ളതുകൊണ്ട് തന്നെ ചുഴിയുമുണ്ട്. പിന്നെ നമ്മൾ കാണുന്ന പോലെ അത്ര രസമല്ല ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും. ഒന്ന് സ്ലിപ്പായാൽ തീരാവുന്നതേ ഉള്ളൂ എല്ലാം. അപ്പോൾ റീസെൻ്റ്ലി 3 മെഡിസിൻ പഠിക്കണ 3 പയ്യന്മാർ മരിച്ചത് ഇവിടെയാണ്, വെള്ളത്തിൽ മുങ്ങിയിട്ട്. അപ്പോൾ ഇതൊന്നും നമ്മളറിയാണ്ടാണ് ഈ സ്പോട്ടിലോട്ട് പോയേക്കണത്. പക്ഷേ ഇങ്ങോട്ടേക്ക് എൻട്രി ഇല്ലായിരുന്നു, നമുക്ക് ഇത് കെട്ടി വെച്ചേക്കണമായിരുന്നു. അപ്പോൾ അവിടെയുള്ള ഒരു ചേച്ചി തുണിയെ കലക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായി, പിള്ളേരെയൊക്കെ ഇട്ട്. അപ്പോൾ ഞങ്ങൾ വന്നിട്ട് റിട്ടേൺ പോയത് കണ്ടിട്ട് അവർ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴാണ് ഞങ്ങളിങ്ങനെ പറയണത്, നമ്മളിവിടെ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടി വന്നതാണ്, ഇവിടെ കയറാൻ പാടില്ല എന്നുള്ള ഇത് മുന്നറിയിപ്പൊക്കെ ഉള്ളതുകൊണ്ടിട്ടാണ് റിട്ടേൺ പോണേന്ന് പറഞ്ഞത്. അപ്പോൾ ചേച്ചി ഇങ്ങനെ നമ്മളോട് പറഞ്ഞു, വെള്ളത്തിൽ ഇറങ്ങൂല എന്നാണെങ്കിൽ ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. നമ്മളെന്തായാലും വെള്ളത്തിലൊന്നും ഇറങ്ങണം കേട്ടോ. അപ്പോൾ സ്പോട്ടൊന്ന് കണ്ടിരിക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഇവിടെ വന്നു പോയിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഇറങ്ങണതിൻ്റെ റീസൺ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും. കാരണം അത്രയും ഭംഗിയാണ് കാണാനായിട്ട്. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള, കാണുമ്പോൾ കേട്ടോ പീസ്ഫുള്ളായിട്ടുള്ള ലുക്കാണ്. പിന്നെ അതുപോലെ കുറച്ചിങ്ങനെ വനപ്രദേശമാണിത് നല്ല രീതിയിൽ. പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അണക്കെട്ടിൽ നിന്ന് വെള്ളം തുറന്നു വിടുമ്പോഴത്തേക്കുമാണ് ഇത്രയും ഇവിടെ ഈ വെള്ളത്തിൻ്റെ അളവ് ഇത്രയും കൂടുതലുള്ളത്. അപ്പോൾ നാച്ചുറലായിട്ടുള്ളത് മാത്രമല്ലാണ്ട് അണക്കെട്ടിൽ നിന്നും കൂടിയുള്ള വെള്ളമാണ് ഈ വന്നത്. കണ്ടില്ല, ഇത് കണ്ടു കഴിഞ്ഞാൽ ആരായാലും ഇറങ്ങിപ്പോകും, ആരെയും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കോഫി കുടിക്കാൻ പോണ ഏരിയയിലത്തെ ആൾക്കാരൊക്കെ നമ്മളോടിങ്ങനെ, അവർ ഒരു പയ്യനിങ്ങനെ വ്ളോഗറാണ്, ഞാൻ പേര് മറന്നുപോയി. അപ്പോൾ പുള്ളി ഇതേപോലെ ഇതിനെപ്പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ട്, ന്യൂസിലും അതും ഇതിലൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ രക്ഷാപ്രവർത്തനം ചെയ്യണ ഒരു ചേട്ടൻ വരെ സംസാരിക്കാനുണ്ട്, നമ്മൾ കാണുന്ന പോലെ അത്ര രസമൊന്നുമല്ല ഇത് എന്ന്. അപ്പോൾ അതുകൊണ്ടിട്ട് ഇറങ്ങാൻ നിന്നില്ല കേട്ടോ, വെറുതെ റിസ്ക് എടുത്തില്ല. ആ പരിസരത്ത് തന്നെ നിന്ന് ഇച്ചിരി നേരം കാലൊക്കെ നനച്ച്, എല്ലാവരും കാലൊക്കെ നനച്ചിട്ട് പിന്നെ നമ്മൾ റിട്ടേൺ പോരാന്നുള്ള പ്ലാനിലാണ്. പക്ഷെ അവിടെ കണ്ടിട്ട്, ആ ഏരിയ കണ്ടിട്ട് നമുക്കങ്ങനെ പോരാന്ന് തോന്നുന്നില്ല, അത്ര പീസ്ഫുള്ളായിട്ടുള്ള ഏരിയ, ഭയങ്കര ഭംഗിയാണ് കാണാൻ. നിങ്ങൾ സപ്പോസ് ഇങ്ങോട്ടൊക്കെ പോകണമെന്നാണെങ്കിൽ ദൈവത്തെ ഓർത്ത് വെള്ളത്തിൽ ഇറങ്ങണ്ട, നിങ്ങൾ കണ്ടിട്ട് പോന്നാൽ മതി. പറയണത് ഒരിത്തിരി ക്രൂരതയാണെന്നറിയാം, പക്ഷേ നമ്മുടെ സേഫ്റ്റിയാണല്ലോ ഫസ്റ്റ്. അപ്പം അതുകൊണ്ടിട്ട് അങ്ങനെ ഇറങ്ങണ്ട. പിന്നെ ഇതൊന്നും നമ്മുടെ ആരുമില്ല കേട്ടോ, ഇത് അവിടെ ഉള്ള ആ ഏരിയയിലുള്ള ആൾക്കാരുടെ മക്കളാണ്. അപ്പോൾ ഈ ചേച്ചിയുടെ ഇതാണ്, പിള്ളേരാരെങ്കിലുമൊക്കെ ആയിരിക്കാം. അവർ നീന്തൽ അറിയാവുന്നതും പിന്നെ അവിടെ ഉള്ള ആൾക്കാരും ആയതുകൊണ്ടിട്ടാണ് അത്ര ധൈര്യത്തിൽ അവർ ഇറങ്ങണത്. അവർക്ക് അതിനെപ്പറ്റി നല്ല അറിവുള്ളതുകൊണ്ടിട്ട് നമ്മളങ്ങനെ ഇറങ്ങണ്ട. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ആ ഏരിയയൊക്കെ വ്യൂ ഒക്കെ നന്നായിട്ട് കണ്ടിട്ട് പിന്നെ റിട്ടേൺ പോകുന്നു കേട്ടോ. ഈ ഏരിയകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴക്കാലം വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നാണെങ്കിൽ മിന്നലടി നന്നായിട്ട് ഏക്കണ ഒരു ഏരിയയാണ് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആദ്യമൊരു മരം ഞാൻ കാണിച്ചു തന്നില്ലേ, അവിടെ വെച്ചിട്ടൊരു കുട്ടി മരിച്ചു എന്നൊക്കെയാണ് കേൾക്കണത്. അത് നമുക്കറിയില്ല. എന്തായാലും അധികം റിസ്ക് എടുക്കാൻ നിന്നില്ല. പക്ഷേ എന്തോ മനസ്സിൽ ഭയങ്കരമായിട്ടും ഇപ്പം പോലും കൊണ്ടു നിൽക്കുന്ന ഒരു ഏരിയ ഉണ്ട് ഇതെന്ന് വെച്ചാൽ
ഭയങ്കര ഒരു ദുരന്തം പിടിച്ചൊരു ഏരിയ, അങ്ങനെ ഒരു ഫീൽ വന്നു പെട്ടെന്ന്. നമ്മൾ റിട്ടേൺ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ രക്ഷയില്ല. നമ്മൾ പിക്നിക്കൊക്കെ വരാൻ പറ്റിയിട്ടുള്ള വൈബാണ്. അപ്പുറത്ത് കാണുന്ന ആ ഒരു പറമ്പ് പോലെ ഇങ്ങനെ കിടക്കണത്. ഞങ്ങളവിടെ കുറച്ചേരം ഇരുന്നിട്ടൊക്കെയാണ് വന്നത്. പിന്നെ അങ്ങോട്ടേക്ക് മഴ തുടങ്ങി. ഫോണ് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് അത്ര രസമായിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇതിപ്പോൾ ആരും ചിരിക്കരുത്, ഇതിപ്പോൾ ഞാൻ സ്ലിപ്പായതാടോ. നടുവടിച്ച് നല്ല രീതിയിലൊരു വീഴ്ച അങ്ങോട്ട് വീണ്. അയ്യോ, എന്നെ എല്ലാവരും കൂടി കളിയാക്കി കൊന്നിട്ടാ. പക്ഷെ ഞാനാണ് ആദ്യം ചിരിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ അരികത്ത് തന്നെയുള്ള ഒരു സ്പോട്ടിൽ വെള്ളച്ചാട്ടമാണ്, നമ്മുടെ വടാട്ടുപാറ വെള്ളച്ചാട്ടമാണത്. പക്ഷെ ഇവിടെയാണെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ട് കിടക്കണേ. നമ്മളെന്ത് ചെയ്തു, കുറച്ച് വെള്ളമുള്ളിടത്തോട്ടൊക്കെ ഇത്തിരി ഇറങ്ങാമെന്ന് വെച്ചിട്ടാണ് നേരത്തെ അഭ്യാസം കാണിച്ചത്. അപ്പോൾ എന്തായാലും ബമ്പ് പോയി കിട്ടി. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വേറെ അതിൻ്റെ അരികത്ത് തന്നെ കുറച്ചൊരു ചെറിയൊരു സ്പോട്ടുണ്ട്, വെള്ളം ഇങ്ങനെ കുറച്ചുള്ള രീതിയിൽ. ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കാണെങ്കിൽ ക്യാമറയിൽ കൂടെ നോക്കിയിട്ട് കാണാനും പറ്റില്ല, ഫുള്ള് സ്ക്രീൻ ബ്ലാക്കാണ്. ഇതിൻ്റെ അകത്ത് വീഡിയോ പതിയാനുണ്ടോ ഇല്ലയെന്ന് കാണാൻ പറ്റില്ല. അതുകൊണ്ടിട്ടാണ് കേട്ടോ ഇങ്ങനെ ക്ലിപ്പ് എടുത്തേക്കണത്. നമ്മളെല്ലാവരും കൂടി വീട്ടിൽ നിന്ന് പൊതിച്ചോറുമായിട്ടാണ് പോയത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കൈയിട്ട് വാരി ഫുഡൊക്കെ കഴിച്ചു. നല്ല രസമുണ്ടായിരുന്നു. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ അടുത്തൊരു ട്രിപ്പും കൂടി പോകുന്നുണ്ട്, അപ്പോൾ വെയിറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ചില വെള്ളത്തിലേക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങി. ഞാൻ പിന്നെ വേറെ ഒന്നും എടുക്കാൻ നിന്നില്ല, പേടി ഫോണിൻ്റെ കാര്യം ഓർത്തിട്ട്. പിന്നെ നടുവും നല്ല പ്രശ്നമായിട്ടിരിക്കണേന്. അങ്ങനെ നമ്മൾ ആ ഒരു സ്പോട്ടിൽ നിന്ന് പോരണേണ്. ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് ഡാമിൻ്റെ അവിടെ പോയിട്ടൊന്ന് കണ്ടു കഴിഞ്ഞിട്ട് നമ്മളിങ്ങോട്ട് പോരാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ഇപ്പോൾ പടമായിട്ടാണ്, കാരണം ഹെൽത്ത് വൈസ് എല്ലാവരും നല്ല ഡൗണായി. ഞാനാണെങ്കിൽ വെള്ളത്തിൽ നനഞ്ഞ കോഴീനെ പോലെ ഇരിക്കണേ. എനിക്ക് നടുവും അപ്പോഴും വീണപ്പോൾ കുഴപ്പമുണ്ടായില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും റിസൾട്ട് അറിയാൻ തുടങ്ങി. പിന്നെ അങ്ങോട്ടേക്ക് ഇവിടെ മൊത്തം ദുരന്തങ്ങളാണ് കേട്ടോ കാണണേ. എന്ന് വെച്ചാൽ മരം ഇടിഞ്ഞു വീഴുന്നു, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ. ഫയർഫോഴ്സ് വരുന്നു. ഇത് കണ്ടില്ലേ, കാറിൻ്റെ ഷോറൂമാണ്. വെറുതെ കാറൊക്കെ ഇല്ലാണ്ടായിപ്പോയി. കണ്ടിട്ട് തന്നെ സങ്കടം തന്നെ ഉണ്ടായിരുന്നു. ഭയങ്കരമായിട്ടും പ്രകൃതിയിൽ ഭയങ്കരമായിട്ട് പ്രശ്നമുള്ള ഒരു ഏരിയ കേട്ടോ. നമ്മുടെ അവിടെയും നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് വിളിച്ച് ചോദിച്ചപ്പോഴും. പക്ഷെ ഇത് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സങ്കടം തോന്നി. ഇൻഷുറൻസൊക്കെ ഉണ്ടായിരിക്കും, എന്നാലും ഭയങ്കര സീനായിരുന്നു. പിന്നെ അങ്ങോട്ടേക്ക് ഞങ്ങൾ പാട്ടൊക്കെ വെച്ച് തകർത്ത് ഇനി അടുത്ത ട്രിപ്പിൻ്റെ പ്ലാനൊക്കെ ആയിട്ടാണ് നമ്മളിനി മുന്നോട്ട് പോകണേ കേട്ടോ. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നോട്ടിഫിക്കേഷൻ്റെ ബെല്ല് ഓൺ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും കേട്ടോ.